ഡ്രൈവർ തുടങ്ങി വെച്ചു നന്നായി, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടതാ. ഏട്ടാ, അവള് പുലിയാണല്ലോ. അവള് നിസാരക്കാരിയല്ല, നമ്മൾ കരുതിയിരിക്കണം. എന്താ അടി, നല്ല ഭക്ഷണമായിരിക്കും, എന്താ കരുത്ത്. ഇനി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആറാമത്തെ വയസ്സിൽ കണ്ടതാ നിന്നെ. യാ, എനിക്ക് ഇവിടെ വന്നതിനെ കുറിച്ച് ചെറിയ ഓർമ്മയുള്ളൂ. നിന്റെ അച്ഛന് തിരക്കല്ലേ, എപ്പോ വിളിച്ചാലും പറയും ദാ വരുന്നു, പക്ഷെ ആളെ കാണില്ല എന്ന് കരുതി സ്നേഹക്കുറവൊന്നുമില്ല. എവരിഡേ അച്ഛൻ ആന്റിമാരുടെ കാര്യം പറയാറുണ്ട്. ഏട്ടൻ അവളുടെ കാര്യം പറയാറുണ്ടോ? ആ നസ്രാണിച്ചടെ. അങ്ങനെയല്ല, പക്ഷേ നിങ്ങൾ ജനിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോ പറയാതെ പറ്റില്ലല്ലോ, ഇരട്ടകളല്ലേ. ആ, അല്ലാതെ നിന്റെ അച്ഛൻ പറയില്ല, അതെനിക്കറിയാം. ആ, എവിടെ ആന്റിയുടെ പഞ്ചപാണ്ഡവന്മാര്? കുറച്ചു മുമ്പ് പുറത്തേക്ക് പോയി. 5 ആളും ഒരുമിച്ചേ നടക്കും. അയ്യോ, സാധനങ്ങൾ എടുക്കണ്ടേ? ഇയാൾക്ക് പോകണ്ടേ? അയ്യോ, എനിക്കൊരു തിരക്കുമില്ല, എല്ലാം മേഡത്തിന്റെ സൗകര്യം പോലെ. അയ്യോ, അതൊരു പുതുമയാണല്ലോ. സാധാരണ ടാക്സിക്കാർ വന്നാ മുള്ളുമേലാ നിൽക്കുക. ഹീസ് ഓൾസോ ലൈക്ക് ദാറ്റ്. പിന്നെ ഞാനൊന്ന് തിരുത്തി. എത്രയാടോ? കിട്ടേണ്ടതൊക്കെ മേഡം നേരത്തെ തന്നു. അതെന്ത് പണിയാ മോളെ, ഞാൻ കൊടുക്കില്ലേ? ഇത് അനുരാധ സ്പെഷ്യലാ അല്ലേ ചേട്ടാ? എന്നാ പിന്നെ ചേട്ടൻ വിട്ടോ. ആ, ഞാൻ കരുതിയ പോലൊന്നും അല്ല കുട്ടി. ട്രൗസർ ഇട്ട് മുടിയും വെട്ടി ഒരു കോലം വരുമെന്നാ ഞാൻ കരുതിയത്. ആന്റിയുടെ മക്കളൊക്കെ എവിടെ വർക്ക് ചെയ്യുന്നേ? അതൊന്നും പറയണ്ട, 5ഉം കറങ്ങി നടക്കുക. വായിക്കൊള്ളാത്ത ആഗ്രഹങ്ങളൊക്കെ പറയും, പക്ഷേ അധ്വാനിക്കത്തില്ല. കുഞ്ചിയമ്മ ടീച്ചർ ഉപദേശിച്ച ആരും നന്നായി പോവെന്നാണല്ലോ അച്ഛൻ പറയാറ്. കുട്ടിക്കളി മാറിയിട്ടില്ല, അത്രേ ഉള്ളൂ. ആ, ഞാനും അങ്ങ് വിട്ടുകൊടുക്കും. ആ, മോക്ക് ഡ്രസ്സ് മാറണ്ടേ? വാ, മുറി കാണിച്ചു തരാം. ഞാൻ എടുത്തോളാം. ഞാൻ എടുക്കാം, കുഴപ്പമില്ല ആന്റി. ഞാനും എന്റെ മോളും അവിടെ ചെന്ന് നിന്നപ്പോ മക്കള് ചീത്തയാവെന്നും പറഞ്ഞിട്ട് എന്തായിരുന്നു പുകില്? ഇത് ഡൽഹിന്നേ, നമ്മൾ കുറെ ഡൽഹിക്കാരെയൊക്കെ കണ്ടിട്ടുള്ളതാ ചേച്ചി. നീ കുറ്റമൊന്നും പറയണ്ട, എന്റെ ആങ്ങളുടെ മോളാ. കുറ്റം പറഞ്ഞതല്ല, എന്റെ വീടിനടുത്ത് ഒരു ഡൽഹിക്കാരി വന്ന് കുറച്ചു നാൾ താമസിച്ചു. ഭർത്താവ് മരിച്ചതാ, ഒരടക്കവും ഇല്ല ഒതുക്കവും ഇല്ല. അവസാനം അവൾ ഒരു 2ാം കെട്ട് കെട്ടി. ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് എങ്ങനെയാ ചേച്ചി വേറൊരാളുടെ മുഖത്ത് നോക്കാൻ തോന്നുന്നത്? ഞാൻ ആലോചിക്കുന്ന അതല്ല, ചാടിപ്പോന്നാണെങ്കിലും ഏട്ടൻ എന്നോട് വിരോധമൊന്നും കാണിക്കാറില്ല. വല്ലപ്പോഴൊക്കെ വിളിക്കുകയും ചെയ്യും. അവളെ ഇങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അത് കുഞ്ചിയമ്മയ്ക്ക് ഒരടിയായേനെ. ശരിയാ, അങ്ങനെ ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാമായിരുന്നു. വേണ്ട, നിങ്ങളുടെ മനസ്സ് എവിടേക്കോ ചാടുന്നുണ്ടെന്ന് എനിക്കറിയാം. അധികം വൈകാതെ ഞാനത് കണ്ടുപിടിക്കും. എടി, അങ്ങനൊന്നും ഇല്ല.
ഒന്ന് നന്നായിട്ട് ചിന്തിച്ചാ നിനക്കും ഈ ചട്ടയും മുണ്ടും ഒക്കെ മാറ്റി കുറച്ച് മോഡേണൊക്കെ ആവാം. ഏയ്, മേരി ചേച്ചി അതൊന്നും ചേരില്ല, കാണാൻ ഭംഗിയില്ലല്ലോ. അല്ല, ഇപ്പോഴത്തെ ഡ്രസ്സിൽ കാണാൻ ഭംഗിയില്ലല്ലോ എന്ന് പറഞ്ഞതാ. എനിക്ക് അവളെ ഒന്ന് കാണണം. നീ ആ കൊച്ചിനെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, ഡൽഹിന്ന് വരുന്ന പെൺകുട്ടികൾ അങ്ങനെ വിശേഷിച്ച് കാണാനൊന്നുമില്ല. നമ്മുടെ പാർത്തി നിക്കണ കോലം കണ്ടിട്ടില്ലേ? അതിനൊരു മുറിപ്പാൻ്റെ വിട്ട് മുടിയും വലിച്ചു നീട്ടിയാൽ അതായി. പിന്നെ കൊളക്കോഴി നടക്കുന്ന പോലെ ഒരു നടത്തവും എനിക്ക് കണ്ടൂടാ. നീ കാണണ്ട. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. അവൾ അവിടെ നിന്ന് ഇറങ്ങി എന്റെ കൂടെ വന്ന് നിന്നാൽ കുഞ്ചമ്മയുടെ മുന്നിൽ ഞാൻ ജയിച്ചില്ലേ? പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നപ്പോ തന്നെ ചേച്ചി ജയിച്ചതല്ലേ, പിന്നെന്തിനാ വേറൊരാള്? വീട്ടിൽ വളർത്തുന്നതും നാട്ടിൽ അലയുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ കല്യാണി? മേരി, അത്